നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ക്ലാസ്സിലേക്ക് പോകാം. സർപ്പ. ഈ സർപ്പ എന്നത് ഒരു ആപ്ലിക്കേഷനാണ്. വനം വകുപ്പ് ആരംഭിച്ച ഒരു ആപ്പിന്റെ പേരാണിത് സർപ്പ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? പാമ്പുകളുടെ സംരക്ഷണത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായിട്ടാണ് വനം വകുപ്പ് ഈ സർപ്പ എന്ന ആപ്പ് ആരംഭിച്ചത്. പാമ്പുകളുടെ സംരക്ഷണത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായി വനം വകുപ്പ് ആരംഭിച്ച ആപ്പിന്റെ പേരെന്താണ്? സർപ്പ. ശ്രീ അന്നം ശ്രീമന്ന. എന്താണ് ശ്രീ അന്നവും ശ്രീ മന്നയും? ഇത് പുതിയ ഇനം മരച്ചീനികളാണ്. പുതിയ ഇനം മരച്ചീനികളാണ് എന്തൊക്കെ? ശ്രീ അന്നവും ശ്രീ മന്നയും. ഇത് കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം ഉത്പാദിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളാണ് ഇതൊക്കെ? ശ്രീ അന്നവും ശ്രീ മന്നയും. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം അടുത്തിടെ ഉത്പാദിപ്പിച്ച പുതിയ ഇനം മരച്ചീനികൾ ഏതൊക്കെയാണ്? ശ്രീ അന്നം, ശ്രീ മന്ന. സമാധാന നിർമ്മാണ കമ്മീഷൻ. എന്താണ് സമാധാന നിർമ്മാണ കമ്മീഷൻ? സമാധാനം കെട്ടിപ്പടുക്കുന്നതിനും സമാധാന ശ്രമങ്ങൾ നിലനിർത്തുന്നതിനും UN ജനറൽ അസംബ്ലിക്കും സുരക്ഷാ കൗൺസിലിനും ഉപദേശം നൽകുന്ന കമ്മീഷനാണിത് സമാധാന നിർമ്മാണ കമ്മീഷൻ. എന്താണ്? UN ജനറൽ അസംബ്ലിക്കും സുരക്ഷാ കൗൺസിലിനും ഉപദേശം നൽകുന്ന കമ്മീഷനാണിത് സമാധാന നിർമ്മാണ കമ്മീഷൻ. എന്തിനു വേണ്ടിയാണ്? സമാധാനം കെട്ടിപ്പടുക്കുന്നതിനും സമാധാന ശ്രമങ്ങൾ നിലനിർത്തുന്നതിനുമായിട്ട് UN ജനറൽ അസംബ്ലിക്കും സുരക്ഷാ കൗൺസിലിനും ഉപദേശം നൽകുന്നത് ഏത് കമ്മീഷനാണ്? സമാധാന നിർമ്മാണ കമ്മീഷൻ. രഞ്ജുമോൾ മോഹൻ. രഞ്ജുമോൾ മോഹനാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി. രഞ്ജുമോൾ മോഹൻ ഒരു കഥകളി കലാകാരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരിയാണ് ആര്? രഞ്ജുമോൾ മോഹൻ. ഈ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദിയാണ് ഏത് നദി? ഗംഗാ നദി. അപ്പോൾ ഗംഗാ നദിയെ ഈ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്നു. ബീഹാർ. ബീഹാറിലാണ് 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനും പാരാ ഗെയിംസിനും വേദിയാകുന്നത്. അപ്പോൾ 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനും പാരാ ഗെയിംസിനും വേദിയാകുന്നത് എവിടെയാണ്? ബീഹാറിലാണ്. നമുക്ക് ഈ പഠിച്ച ഇത്രയും ഒന്ന് നോക്കാം. പാമ്പുകളുടെ സംരക്ഷണത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായി വനം വകുപ്പ് ആരംഭിച്ച ആപ്പ് ഏതാണ്? സർപ്പ. അപ്പോൾ സർപ്പ എന്ന ആപ്പ് ആരംഭിച്ചത് ഏത് വകുപ്പാണ്? വനം വകുപ്പ്. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം അടുത്തിടെ ഉത്പാദിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളാണ് ഇതൊക്കെ? ശ്രീ അന്നം, ശ്രീ മന്ന. സമാധാനം കെട്ടിപ്പടുക്കുന്നതിനും സമാധാന ശ്രമങ്ങൾ നിലനിർത്തുന്നതിനും UN ജനറൽ അസംബ്ലിക്കും സുരക്ഷാ കൗൺസിലിനും ഉപദേശം നൽകുന്നത് ഏത് കമ്മീഷനാണ്? സമാധാന നിർമ്മാണ കമ്മീഷൻ. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി രഞ്ജുമോൾ മോഹൻ. ഈ ഫോൾ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഏതാണ്? ഗംഗാ നദിയാണ്. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനും പാരാ ഗെയിംസിനും വേദിയാകുന്നത് എവിടെയാണ്? ബീഹാർ. 2024 55ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ പീക്കോക്ക് അവാർഡ് നേടിയ ചിത്രം ഏതാണ്? ടോക്സിക്. അപ്പോൾ എത്രാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ് 2024 നടന്നത്? 55ാമത്. ഇതിൽ ഗോൾഡൻ പീക്കോക്ക് അവാർഡ് നേടിയ ചിത്രം ഏതാണ്? ടോക്സിക്. 2024 വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം അവസാന മത്സരത്തില് ഇന്ത്യ ഏത് ടീമിന് എതിരെയാണ് നേടിയത്? ചൈനയ്ക്കെതിരെയാണ് ഇന്ത്യ സമ്മാനം കരസ്ഥമാക്കിയത്, കിരീടം നേടിയത്. 2024 വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം അവസാന മത്സരത്തിൽ ഏത് ടീമിനെതിരെയാണ് ഇന്ത്യ കിരീടം നേടിയത്? ചൈനയ്ക്ക്. ചലോ ലോഗു ഉത്സവം ഇതെവിടെയാണ് നടക്കുന്നത്? ചലോ ലോഗു ഉത്സവം അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിൽ അരങ്ങേറിയ ഒരു ഉത്സവമാണിത് ചലോ ലോഗു. 2024 നവംബറിൽ ചലോ ലോഗു ഉത്സവം അരങ്ങേറിയ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ന്യൂമാൻ കോളേജ് ബാൻഡ്. ന്യൂമാൻ കോളേജ് ബാൻഡ് ഇത് കേരളത്തിലെ സംഗീത ബാൻഡാണ്. ഇത് ന്യൂമാൻ കോളേജ് ബാൻഡ് 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുവാനായിട്ട് കേരളത്തിലെ ഏത് സംഗീത ബാൻഡാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ന്യൂമാൻ കോളേജ് ബാൻഡ്.
2024 മികച്ച ചിത്രത്തിനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച സിനിമയാണ് ജവാൻ. അപ്പോൾ 2024 മികച്ച ചിത്രത്തിനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ്? ജവാൻ. കൈമൂർ കടുവാ സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിലാണ്. അപ്പോൾ ബീഹാറിൽ നിലവിൽ വരുന്ന കടുവാ സങ്കേതമാണിത്, കൈമൂർ കടുവാ സങ്കേതം. കൈമൂർ കടുവാ സങ്കേതം നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ. അന്താരാഷ്ട്ര തിമിംഗല സ്രാവ് ദിനം ഓഗസ്റ്റ് 30. അന്താരാഷ്ട്ര തിമിംഗല സ്രാവ് ദിനം എന്നാണ് ഓഗസ്റ്റ് 30. വിറ്റ്നസ് ഇത് ആരുടെ ഓർമ്മക്കുറിപ്പാണ്? സാക്ഷി മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പാണ് ഇത് വിറ്റ്നസ്. 2024 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ സാക്ഷി മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പാണ് ഇത് വിറ്റ്നസ്. കായിക താരമാണ് ആര്? സാക്ഷി മാലിക്. 2024 ജൂലൈ 31 ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവിന്റെ പേരാണ് ഇസ്മയിൽ ഹനിയെ. ഇസ്മയിൽ ഹനിയെ ഹമാസ് നേതാവാണ് ഇസ്മയിൽ ഹനിയെ. ഇദ്ദേഹം 2024 ജൂലൈ 31 വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. എവിടെ വെച്ചാണ്? ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ്. 2024 ജൂലൈ 31 ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ആരാണ്? ഇസ്മയിൽ ഹനിയെ. അപ്പോൾ ഇറാന്റെ തലസ്ഥാനം ഏതാണ്? ടെഹ്റാൻ. രമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചത് ഹയാവോ മിയാസാക്കിക്കാണ്. 2024 രമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഹയാവോ മിയാസാക്കി. ഹയാവോ മിയാസാക്കിക്കാണ് 2024 രമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചത്. 2024 ഇന്ത്യയുടെ പരമോന്നത ശാസ്ത്ര പുരസ്കാരമായ വിജ്ഞാൻ രത്ന പുരസ്കാരം നേടിയത് ഗോവിന്ദരാജ് പത്മനാഭനാണ്. ഗോവിന്ദരാജൻ പത്മനാഭനാണ് 2024 ഇന്ത്യയുടെ പരമോന്നത ശാസ്ത്ര പുരസ്കാരമായ വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഗോവിന്ദരാജൻ പത്മനാഭൻ. 2024 വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗോവിന്ദരാജൻ പത്മനാഭൻ. സ്പോർട്സിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച അർച്ചന കാമത്ത്. അർച്ചന കാമത്ത് ഏത് കായിക മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ടേബിൾ ടെന്നീസ്. സ്പോർട്സിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച അർച്ചന കാമത്ത് ഏത് കായിക മേഖലയിലാണ് കളിക്കുന്നത്? ടേബിൾ ടെന്നീസ്. നമുക്ക് ഇത്ര ഒന്ന് നോക്കാം. 2024 55ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ പീകോക്ക് അവാർഡ് നേടിയ ചിത്രം ഏതാണ്? ടോക്സിക്. 2024 വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം അവസാന മത്സരത്തിൽ ഏത് ടീമിനെതിരെയാണ് ഇന്ത്യ കിരീടം നേടിയത്? ചൈന. ചലോ ലോകോ ഉത്സവം അരങ്ങേറിയ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ കേരളത്തിലെ ഏത് സംഗീത ബാൻഡാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ന്യൂമാൻ കോളേജ് ബാൻഡ്. 2024 മികച്ച ചിത്രത്തിനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ്? ജവാൻ. കൈമൂർ കടുവാ സങ്കേതം നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ. അന്താരാഷ്ട്ര തിമിംഗല സ്രാവ് ദിനം എന്നാണ് ഓഗസ്റ്റ് 30. 2024 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ കായിക താരം സാക്ഷി മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പുകൾ ഏതാണ്? വിറ്റ്നസ്. 2024 ജൂലൈ 31 ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവിന്റെ പേരെന്താണ്? ഇസ്മയിൽ ഹനിയെ. 2024 രമൺ മാഗ്സസെ അവാർഡ് ആർക്ക് ലഭിച്ചു? ഹയാവോ മിയാസാക്കി. 2024 വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗോവിന്ദരാജൻ പത്മനാഭൻ. വിജ്ഞാൻ രത്ന പുരസ്കാരം കൊടുക്കുന്നത് ഏത് മേഖലയ്ക്കാണ്? ഇതൊരു ശാസ്ത്ര പുരസ്കാരമാണ്. ഇത് വിജ്ഞാൻ രത്ന പുരസ്കാരം. സ്പോർട്സിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച അർച്ചന കാമത്ത് ഏത് കായിക മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ടേബിൾ ടെന്നീസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 ജൂണിൽ ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഷിംലയിലാണ്. ഷിംലയിലാണ് ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത്. എവിടെ? ഷിംല. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നിവ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്?
2024 ജൂലൈ 1. 2024 ജൂലൈ 1 നിലവിൽ വന്ന 3 നിയമങ്ങൾ ഏതൊക്കെയാണ്? ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നിവയാണ് 2024 ജൂലൈ 1 നിലവിൽ വന്ന 3 നിയമങ്ങൾ. സമ്മർ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനാണ് അമൻ ഷെഹ്റാവത്ത്. അപ്പോൾ സമ്മർ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനാരാണ്? അമൻ ഷെഹ്റാവത്ത്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അടുത്തിടെ നിർമ്മിച്ച ഇന്ദ്രാണി പാലം ഏത് സംസ്ഥാനത്താണ്? സിക്കിമിലാണ്. അപ്പോൾ ഇന്ദ്രാണി പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിക്കിമിലാണ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആണ് ഇത് നിർമ്മിച്ചത്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമില്. ഇന്ദ്രാണി പാലം. 2024 പാരീസ് ഒളിമ്പിക്സിൽ അമർ ഷെഹ്റാവത്തിന് വെങ്കല മെഡൽ ലഭിച്ചത് ഏത് ഇനത്തിനാണ്? ഗുസ്തിക്കാണ്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ അമൻ ഷെഹ്റാവത്തിന് വെങ്കല മെഡൽ ലഭിച്ചത് ഏതിനത്തിനാണ്? ഗുസ്തി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. 38ാമത് ദേശീയ ഗെയിംസ് നടക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അപ്പോൾ 38ാമത് ദേശീയ ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. 38ാമത്തെ ദേശീയ ഗെയിംസ് 2025, അതായത് ഈ വർഷത്തെ ദേശീയ ഗെയിംസ് ആണ് 38ാമത്തെ ദേശീയ ഗെയിംസ്. ഇത് എവിടെയാണ് നടക്കുന്നത്? ഉത്തരാഖണ്ഡിലാണ്. 2023 നടന്നത് 37ാമത് ദേശീയ ഗെയിംസ് ആണ്. ഇതെവിടെയാണ് നടന്നത്? ഗോവയിലാണ്. അപ്പോൾ ഗോവയിൽ നടന്നത് എത്രാമത് ദേശീയ ഗെയിംസ് ആണ്? 37ാമത് ദേശീയ ഗെയിംസ് 2023. ഇപ്പോൾ 2025 നടക്കുന്നത് എത്രാം ദേശീയ ഗെയിംസ് ആണ്? 38ാമത് ദേശീയ ഗെയിംസ് ആണ്. എവിടെ വെച്ച് നടക്കുന്നു? ഉത്തരാഖണ്ഡിൽ വെച്ചാണ് 38ാമത് ദേശീയ ഗെയിംസ് നടക്കുന്നത്. 2025 നടക്കുന്ന പാങ്സ പാസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ എന്തിനെ ആഘോഷിക്കുന്നതിനായാണ് സംഘടിപ്പിക്കുന്നത്? പാങ്സ പാസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത്? രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ സാംസ്കാരിക പൈതൃകവും അതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും ആഘോഷിക്കുന്നതിനാണ് എന്ത് നടക്കുന്നത്? പാങ്സ പാസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ. പാങ്സ പാസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് എന്തിനാണ്? രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ സാംസ്കാരിക പൈതൃകവും അതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും ആഘോഷിക്കുന്നതിനായിട്ടാണ് 2025 പാങ്സ പാസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് പാങ്സ പാസ് ഫെസ്റ്റിവൽ നടക്കുന്നത്? അരുണാചൽ പ്രദേശിലാണ്. 2025 പാങ്സ പാസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സർക്കാരിന്റെ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേരെന്താണ്? അശ്വമേധം. കേരള സർക്കാരിന്റെ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതിയാണേത്? അശ്വമേധം. അപ്പോൾ എന്താണ് അശ്വമേധം പദ്ധതി? കേരള സർക്കാരിന്റെ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേരാണെന്ത്? അശ്വമേധം. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് ക്ലാസുകളുടെ അടിസ്ഥാനത്തിൽ 10 മാസത്തേക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയുടെ വരുമാന പരിധി എത്ര രൂപയാണ്? വരുമാന പരിധിയാണ് ചോദിച്ചിരിക്കുന്നത്. വരുമാന പരിധി എത്ര രൂപയാണ്? 1,00,000 രൂപ. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് ക്ലാസുകളുടെ അടിസ്ഥാനത്തിൽ 10 മാസത്തേക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയുടെ വരുമാന പരിധി എത്ര രൂപയാണ്? 1,00,000 രൂപ. കേരള സർക്കാരിന്റെ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേരെന്താണ്? അശ്വമേധം. വിദ്യാകിരണം പദ്ധതിയുടെ വരുമാന പരിധി 1,00,000 രൂപയാണ്. ഈ പദ്ധതിയുടെ പേരെന്താണ്? വിദ്യാകിരണം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഈ പദ്ധതി പ്രകാരം 1 മുതൽ 5 വരെ ക്ലാസുകൾക്ക് പ്രതിമാസം 300 രൂപ, 6 മുതൽ 10 വരെയുള്ള ക്ലാസുകൾക്ക് 500 രൂപ എന്നിങ്ങനെയാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. അപ്പോൾ വിദ്യാകിരണം പദ്ധതി എന്താണ്? ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് ക്ലാസുകളുടെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണേത്? വിദ്യാകിരണം പദ്ധതി. ഈ വിദ്യാകിരണം പദ്ധതി വരുമാന പരിധി 1,00,000 രൂപയാണ്. ഈ പദ്ധതി പ്രകാരം 1 മുതൽ 5 വരെ ക്ലാസുകൾക്ക് പ്രതിമാസം 300 രൂപ, 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾക്ക് എത്ര രൂപയാണ്? 500 രൂപയുമാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. അപ്പോൾ കേരള സർക്കാരിന്റെ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി എന്താണ്? അശ്വമേധമാണ്. വിദ്യാകിരണ പദ്ധതി എന്താണ്?
ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് ക്ലാസുകളുടെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് നൽകുന്നത് 10 മാസത്തേക്കാണ് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് ഏത്? വിദ്യാകിരണം പദ്ധതി. ഭിന്നശേഷിക്കാർക്ക് വാർഷികമായി 1,00,000 രൂപ വരെ ചികിത്സാ സഹായം നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ പദ്ധതി. അപ്പോൾ എന്താണ് നിരാമയ പദ്ധതി? ഭിന്നശേഷിക്കാർക്ക് വാർഷികമായി 1,00,000 രൂപ വരെ ചികിത്സാ സഹായം നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ത്? നിരാമയ പദ്ധതി. അപ്പോൾ നിരാമയ പദ്ധതി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് എത്ര ലക്ഷം രൂപയാണ് ചികിത്സാ സഹായമായിട്ട് നിരാമയ പദ്ധതി പ്രകാരം ലഭിക്കുന്നത്? 1,00,000 രൂപയാണ്. നിരാമയ പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാർക്ക് വാർഷികമായി 1,00,000 രൂപ വരെ ചികിത്സാ സഹായം നൽകുന്നു. BPL വിഭാഗം 250 രൂപയും APL വിഭാഗം 500 രൂപയും പ്രതിവർഷം പ്രീമിയം അടയ്ക്കണം. അപ്പോൾ BPL വിഭാഗക്കാര് ഈ നിരാമയ പദ്ധതി പ്രകാരം 250 രൂപയും APL വിഭാഗക്കാര് 500 രൂപയും പ്രതിവർഷം പ്രീമിയം അടയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ 2 വയസ്സ് വരെ പരിപാലിക്കാനായിട്ട് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി. അപ്പോൾ എന്താണ് മാതൃജ്യോതി പദ്ധതി? ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ 2 വയസ്സ് വരെ പരിപാലിക്കുവാനായിട്ട് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി. ഈ മാതൃജ്യോതി പദ്ധതി പ്രകാരം ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് പ്രതിമാസം 2,000 രൂപയാണ് ധനസഹായം നൽകുന്നത്. അപ്പോൾ ഈ മാതൃജ്യോതി പദ്ധതി പ്രകാരം ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് എത്ര രൂപയാണ് ധനസഹായം ലഭിക്കുന്നത്? പ്രതിമാസം 2,000 രൂപ. ഗുണഭോക്താക്കൾക്ക് 40% അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഭിന്നശേഷി ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ മാതൃജ്യോതി പദ്ധതി പ്രകാരം പ്രതിമാസം ധനസഹായം ലഭിക്കുന്നതിന് ഈ ധനസഹായം വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് എത്ര ശതമാനം വരെ ഭിന്നശേഷി ഉണ്ടായിരിക്കണം? 40% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭിന്നശേഷി ഉണ്ടെങ്കിൽ മാത്രമേ മാതൃജ്യോതി പദ്ധതി പ്രകാരം ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് പ്രതിമാസം 2,000 രൂപ ധനസഹായം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ 2 വയസ്സ് വരെ പരിപാലിക്കുവാനായിട്ട് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? മാതൃജ്യോതി പദ്ധതി. അപ്പോൾ എന്താണ് നിരാമയ പദ്ധതി? ഭിന്നശേഷിക്കാർക്ക് വാർഷികമായി 1,00,000 രൂപ വരെ ചികിത്സാ സഹായം നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ചികിത്സാ സഹായം ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? നിരാമയ പദ്ധതി. ഈ നിരാമയ പദ്ധതി പ്രകാരം BPL വിഭാഗത്തിലുള്ളവര് 250 രൂപയും APL വിഭാഗത്തിലുള്ളവര് 500 രൂപയും പ്രതിവർഷം പ്രീമിയം അടയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 40% അല്ലെങ്കിൽ അതിൽ കൂടുതലായ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമിനും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി. അപ്പോൾ എന്താണ് വിദ്യാജ്യോതി പദ്ധതി? സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 40% അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമിനും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? വിദ്യാജ്യോതി പദ്ധതി. ഈ വിദ്യാജ്യോതി പദ്ധതി പ്രകാരം 9-10 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾക്ക് 1,000 രൂപയാണ് ലഭിക്കുന്നത്. യൂണിഫോമിന് 1,500 രൂപയും ലഭിക്കുന്നുണ്ട്. വിദ്യാജ്യോതി പദ്ധതി പ്രകാരം 9-10 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾക്ക് എത്ര രൂപ ലഭിക്കും? 1,000 രൂപ. യൂണിഫോമിനോ 1,500 രൂപയും നൽകുന്നുണ്ട്. ഇത് വിദ്യാജ്യോതി പദ്ധതി പ്രകാരമാണ്. സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 40% അല്ലെങ്കിൽ അതിൽ കൂടുതലായ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾക്കും യൂണിഫോമിനും ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? വിദ്യാജ്യോതി പദ്ധതി. കേരള സർക്കാരിന്റെ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേരെന്താണ്? അശ്വമേധം പദ്ധതിയാണ്. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് ക്ലാസുകളുടെ അടിസ്ഥാനത്തിൽ 10 മാസത്തേക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയുടെ വരുമാന പരിധി എത്ര രൂപയാണ്? 1,00,000 രൂപ. വിദ്യാകിരണം പദ്ധതിയുടെ വരുമാന പരിധി 1,00,000 രൂപയാണ്. ഈ പദ്ധതി പ്രകാരം 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകൾക്ക് പ്രതിമാസം എത്ര രൂപയാണ്? 300 രൂപ. 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾക്കോ 500 രൂപയുമാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഭിന്നശേഷിക്കാർക്ക് വാർഷികമായി 1,00,000 രൂപ വരെ ചികിത്സാ സഹായം നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? നിരാമയ പദ്ധതിയാണ്. നിരാമയ പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാര് BPL വിഭാഗമാണെങ്കിൽ എത്ര രൂപ പ്രീമിയം അടയ്ക്കണം? 250 രൂപ. APL ആണെങ്കിലോ 500 രൂപയും പ്രീമിയമായിട്ട് അടയ്ക്കണം.
എന്താണ് മാതൃജ്യോതി പദ്ധതി? ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ 2 വയസ്സ് വരെ പരിപാലിക്കാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? മാതൃജ്യോതി പദ്ധതി. ഈ പദ്ധതി പ്രകാരം ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് പ്രതിമാസം എത്ര രൂപയാണ് ധനസഹായം ലഭിക്കുന്നത്? 2000 രൂപയാണ്. ഇതിന് ഗുണഭോക്താക്കൾക്ക് എത്ര ശതമാനമാണ് ഭിന്നശേഷി ഉണ്ടായിരിക്കേണ്ടത്? 40% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭിന്നശേഷി ഉണ്ടായിരിക്കണം. 38ാമത് ദേശീയ ഗെയിംസ് നടക്കുന്ന സംസ്ഥാനം എവിടെയാണ്? ഏതാണ്? ഉത്തരാഖണ്ഡിലാണ്. 38ാമത് ദേശീയ ഗെയിംസ് 2025 നടക്കുന്നത്. 37ാം ദേശീയ ഗെയിംസ് എവിടെയായിരുന്നു? 2023 നടന്നത് ഗോവയിലാണ്. പാങ്സ പാസിൽ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഇന്ദ്രാണി റോഡ് എവിടെയാണ്? ഇന്ദ്രാണി പാലസ് ഏത് സംസ്ഥാനത്താണ്? സിക്കിമിലാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ അമൻ ഷെഹ്റാവത്തിന്റെ വെങ്കല മെഡൽ ലഭിച്ചത് ഏതിനത്തിനാണ്? ഗുസ്തിക്കാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഷിംല. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നിവ പ്രാബല്യത്തിൽ വന്നത് എന്നു മുതലാണ്? 2024 ജൂലൈ 1. സമ്മർ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനാരാണ്? അമൻ ഷെഹ്റാവത്ത്. 2024 രമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചതാർക്കാണ്? ഹയാവോ മിയാസാക്കി. വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചത് ഗോവിന്ദരാജൻ പത്മനാഭനാണ്. ഇതൊരു ശാസ്ത്ര പുരസ്കാരമാണ്. സ്പോർട്സിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച അർച്ചന കാമത്ത് ഏത് കായിക മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ടേബിൾ ടെന്നീസ്. അന്താരാഷ്ട്ര തിമിംഗല സ്രാവ് ദിനം എന്നാണ്? ഓഗസ്റ്റ് 30. വിറ്റ്നസ് ആരുടെ ഓർമ്മക്കുറിപ്പാണ്? കായിക താരമായ സാക്ഷി മാലിക്കിന്റെ. ഇറാന്റെ തലസ്ഥാനം ഏതാണ്? ടെഹ്റാൻ. 2024 ജൂലൈ 31 ടെഹ്റാനിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ആരാണ്? ഇസ്മയിൽ ഹനിയെ. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ കേരളത്തിലെ ഏത് സംഗീത ബാൻഡാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ന്യൂമാൻ കോളേജ് ബാൻഡ്. 2024 മികച്ച ചിത്രത്തിനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ഏത് സിനിമയ്ക്കാണ്? ജവാൻ. കൈമൂർ കടുവ സങ്കേതം നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ടോക്സിക് 2024 55ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഗോൾഡൻ പീകോക്ക് അവാർഡ് നേടിയ ചിത്രമാണ്. 2024 വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം അവസാന മത്സരത്തിൽ ഏത് ടീമിനെതിരെയാണ് ഇന്ത്യ കിരീടം നേടിയത്? ചൈന. ചലോ ലോക് ഉത്സവം എവിടെയാണ് അരങ്ങേറിയത്? അരുണാചൽ പ്രദേശ്. രഞ്ജുമോൾ മോഹൻ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരിയാണ്. ഈഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഏതാണ്? ഗംഗാ നദി. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനും പാരാ ഗെയിംസിനും വേദിയാകുന്നത് എവിടെയാണ്? ബീഹാറിലും. സർപ്പ എന്താണ്? വനം വകുപ്പ് ആരംഭിച്ച ഒരു ആപ്പാണ്. പാമ്പുകളുടെ സംരക്ഷണത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായിട്ട്. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം അടുത്തിടെ ഉത്പാദിപ്പിച്ച പുതിയ മരച്ചീനികൾ ഏതൊക്കെയാണ്? ശ്രീ അന്നവും ശ്രീ മന്ന. സമാധാനം കെട്ടിപ്പടുക്കുന്നതിനും സമാധാന ശ്രമങ്ങൾ നിലനിർത്തുന്നതിനും UN ജനറൽ അസംബ്ലിക്കും സുരക്ഷാ കൗൺസിലിനും ഉപദേശം നൽകുന്നത് ഏത് കമ്മീഷനാണ്? സമാധാന നിർമ്മാണ കമ്മീഷൻ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.